ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയോ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് അവൽ വിളയിക്കത്തില്ലേ, അതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ച് ഞാനങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കടയിലെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം അങ്ങനെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അമ്മ മിക്കപ്പോഴും ഉണ്ടാക്കി തരും കേട്ടോ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിത്തൂക്കില്ലേ, മല്ലിത്തൂക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ആണോ, അത് ഇതുപോലത്തെ സംഭവം. ഇപ്പം ഈ ശർക്കര പാനി ഒഴിക്കുന്ന പാത്രത്തിൻ്റെ വലുത് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം, അതായത് എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അത് ചെറിയ പഴം കൂടി വേണം, അതായത് നമ്മുടെ ഞാലിപ്പൂവൻ പഴമില്ലേ, അതും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ പുള്ളിക്കാരി ഇങ്ങനെ മറ്റേ പായസം വെക്കാൻ കൊണ്ടുവന്ന പരിപ്പൊക്കെ എടുത്ത് കാച്ചിട്ടുണ്ട്, ഇതിനകത്ത് എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ അവൽ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആ ഉരുളിക്കകത്ത് വെച്ചിരിക്കുന്ന അവല അതെടുത്തൊന്ന് നൈസായിട്ട് ചൂടാക്കിയിട്ടാണ് ഇട്ടത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്നു. കാരണം വേറെ ഒന്നുമില്ല, കുറച്ച് ക്രിസ്പിനെസ് ആവുമല്ലോ. ഇങ്ങനെ തളർന്നിരിക്കുന്ന അവലൊന്ന് കുറച്ച് ക്രിസ്പി ആയിട്ട് നിൽക്കും. അപ്പോൾ അതിങ്ങനെ പൊടിയാൻ ചാൻസ് ഉണ്ട്, പക്ഷേ പൊടിഞ്ഞില്ല കേട്ടോ. കണ്ടോ, നല്ല ഭംഗിക്ക് നല്ലല്ലോ നിൽക്കുന്നത്, പൊടിഞ്ഞിട്ടൊന്നുമില്ല. അത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്ക് ഇരിക്കാനുള്ള അവലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. 1 വീക്ക് കഷ്ടി, 1 വീക്കൊന്നും പറയാനില്ല, ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും. കാരണം ഇത്ര പേരുണ്ടല്ലോ. പിന്നെ അതൊരു 1 kgയുടെയാണ് അവൽ. അതിൽ നിന്ന് 2 പ്രാവശ്യം അമ്മ അവൽ നനച്ചു എന്നൊക്കെ പറഞ്ഞത്. അവൽ നനക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഫുഡ് ഉണ്ടാക്കും, തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൂടി എടുത്തുകൊണ്ട് ആകെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് തീരുന്ന സമയം വരെ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും. ഉണ്ടാക്കുന്ന ടൈമിലുള്ള ക്രിസ്പി ആയിട്ടുള്ളതില്ലേ, ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അവലിങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷേ സാധാരണ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തണുത്ത് വല്ലാണ്ടാവും. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെന്നല്ല, അതിങ്ങനെ പക്ഷെ തണുത്തു പോവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തില്ല കേട്ടോ, തണുക്കത്തില്ല. അതായത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുമല്ലേ, കാരണം തലേന്ന് ആണ് ഓൾറെഡി അവലിങ്ങനെ ചൂടാക്കി വെച്ചത്. എന്നിട്ട് പോലും അതിന് ആ ഒരു തണുപ്പ് അങ്ങനെ വന്നിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നെയ്യൊക്കെ ഇപ്രാവശ്യം അമ്മ കുറച്ച് ലാവിഷായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്നെ പറ്റിയെന്നറിയില്ല, ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കണം. 2-3 സ്പൂൺ കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പൊതുവെ നെയ്യൊക്കെ വളരെ കുറച്ചിടുന്ന ആളാണ്, എന്നാലും പറഞ്ഞുകൊണ്ടായിരിക്കും ഇട്ടിട്ടുണ്ടേ. പിന്നെ ചിന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്നുവാണെങ്കിൽ വിളിച്ച് റെഡിയായി വരാം എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്, കാരണം ഇത് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാൻ വേണ്ടി. പിന്നെ ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്ത് കേട്ടോ. അതൊക്കെ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം വളരെ വെറൈറ്റി ആയിട്ട് പുള്ളിക്കാരി ആഡ് ചെയ്തിരിക്കുന്ന പഞ്ചസാര, അതുപോലെ പരിപ്പൊക്കെ. അപ്പോൾ ഏകദേശത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.